ഉമ്മച്ചിക്ക് ഇതൊക്കെ എങ്ങനെ ഓർമ്മ വരുന്നു? അടുത്ത ആഴ്ചയും ഈ ആഴ്ചയും ഒക്കെ അത് നോയമ്പ് തുടങ്ങുമ്പം തൊട്ടുള്ള കാര്യം. ആദ്യത്തെ ആഴ്ച കാനാവിലെ വെള്ളം വീഞ്ഞാക്കുന്നത്, കല്യാണത്തിന്റെ വെള്ളം. പിറ്റേ ആഴ്ച കുഷ്ഠരോഗിയെ സൗഖ്യമാക്കായി. ഒരു സാരം കൂടിയിരിക്കുമ്പോൾ കുഷ്ഠരോഗി വന്നിരുന്നവന്റെ കയ്യെ മുരടിച്ചിരിക്കുമായിരുന്നു. നിന്റെ കൈ നീട്ടുക എന്ന് പറഞ്ഞു. നീട്ടിയപ്പോൾ അവന്റെ കൈ മറ്റേതുപോലെ സൗഖ്യമായി. പിന്നെ പിറ്റേ ആഴ്ച കൂനിയായ സ്ത്രീയെ തളർവാദിയെ കട്ടിലോട് കൂര് പൊളിച്ച് കീബോർഡ് നിമിത്തം കട്ടിലോട് കൊണ്ടുവരാനൊക്കെ അതിന് മേൽക്കൂര് പൊളിച്ചിട്ട് കീബോർഡ് കയറ് കെട്ടി ഇറക്കും കർത്താവിന്റെ മുൻപിൽ. അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനുണ്ട് നടന്നു പോകാറുണ്ട്. പിന്നെ പിറ്റേ ആഴ്ച കനാനായ കാര്യസ്ഥിതി വന്ന് കർത്താവിന്റെ മകൾക്ക് ഉടനെ പറയും, കുഞ്ഞുങ്ങളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കരുത്. പിന്നെയുള്ള നായ്ക്കുട്ടികളും മേശയിൽ നിന്ന് വീഴുന്ന ഉറുക്കുകൾ ഭക്ഷിക്കുന്നുണ്ടല്ലോ, ഭക്ഷിച്ച് സൗഖ്യമാകുന്നല്ലോ. കർത്താവ് മനസ്സിലാക്കി അവർക്ക് ഇത്രയും വിശ്വാസം ഉണ്ടല്ലോ. നീപ്പോ എൻ്റെ മകൾ സുഖമായിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച കുനിയ രക്തവാർത്തക്കാരിയായ സ്ത്രീ സഖ്യം. ഈ അടുത്ത ആഴ്ച 16-ാം ഞായറാഴ്ച കണ്ണുപൊട്ടനെ ചേർത്തരിച്ച് ശിരോഹങ്ങളത്തിൽ ചെന്ന് കഴിയുക എന്നവനോട് അപ്പം കഴിയ സൗഖ്യമായി. പിന്നെ ശാനകളൊക്കെ സഹായിച്ചു അടുത്ത് ഇഷ്ടപ്പെട്ടു. ശരി അമ്മച്ചി.